TBF ക്രമീകരിച്ചിരിക്കുന്ന 2 ദിവസത്തെ സ്പെഷ്യൽ മീറ്റിംഗ് നമുക്ക് ഇത്രയും പേർക്ക് കടന്നു വരുവാനിടയായി. കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ശുശ്രൂഷ വളരെ അനുഗ്രഹമായിട്ട് ഇന്നലെ പൂർത്തിയാക്കുവാനും കർത്താവിൻ്റെ വലിയ കൃപയാൽ ഇന്ന് ഇത്രയും പേർക്ക് ക്ഷേമത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ക്ഷണിക്കപ്പെട്ട ബഹുമാനപ്പെട്ട കർത്തൃദാസന്മാർ, പാട്ടുകൾ പാടുവാൻ നമ്മെ സഹായിക്കുവാൻ കടന്നു വന്ന ഉണ്ണി തോബിയാസ് ബ്രദർ, സന്തോഷ് മാത്യു അവറുകൾ, വചനം ശുശ്രൂഷിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന സജി മാത്യൂസ് അവറുകൾ, അയൽ സഭയിൽ നിന്നൊക്കെ കടന്നു വന്നിരിക്കുന്ന മൂപ്പന്മാർ, ഡീക്കന്മാർ, ശുശ്രൂഷകർ, ദേവദാസന്മാർ, സഹോദരന്മാർ, എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം ഗാന ശുശ്രൂഷ ആരംഭിക്കാമെന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് വേണ്ടി പുല്ലാന്നുള്ള സഭയിലെ മാത്യു അങ്കിളിനെ ക്ഷണിക്കുന്നു. താൻ മുമ്പോട്ട് കടന്നൊന്ന് പ്രാർത്ഥിക്കുകയും അതിനെ തുടർന്ന് പ്രിയ കർത്താവിൻ്റെ ദാസൻ ഫിന്നി അവറുകൾ നരേഷൻ പറഞ്ഞ് ഗാന ശുശ്രൂഷ തുടരുന്നതായിരിക്കും. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ അവിടുത്തെ തിരുസന്നതിയിൽ ഈ ഞായറാഴ്ച വൈകുന്നേരം പ്രിയപ്പെട്ട ഇവിടുത്തെ സംഘാടകർ ചില നാളുകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഈ ബൈബിൾ പഠനം, ബൈബിൾ ക്ലാസ് അതിൻ്റെ 2ാം ദിവസത്തിലേക്ക് ഞങ്ങൾക്ക് അവിടുന്ന് കടന്നു വരുവാൻ കർത്താവ് അനുവാദം തന്നു. സ്തോത്രം. നാഥ, കഴിഞ്ഞ രാവിലെ മുതൽ ഈ സമയം വരെയും ഞങ്ങൾക്ക് കർത്താവിൻ്റെ പരിപാലനയും സുരക്ഷിതത്വവും ഒക്കെ അനുഭവിച്ചറിയുവാനിടയായി. അവിടെവിടങ്ങളിൽ ഞങ്ങളുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ രാവിലെ ഞങ്ങളെ അനുവദിച്ചു. നന്ദിയോടെ സ്തോത്രം. അതിനുശേഷം വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളിലും സ്ഥലങ്ങളിലുമൊക്കെ ആയിരുന്നു ഞങ്ങൾക്കൊന്നിച്ച് ഈ ഹാളിൽ ഇങ്ങനെ കടന്നു വരുവാനായിട്ട് അനുവാദം തന്നു. സ്തോത്രം. ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് ആത്മീയ ഗീതങ്ങൾ പാടുവാൻ വേണ്ട എല്ലാ ദൈവകൃപയും ഈ സമയത്ത് നൽകണം. കർത്താവിനെ പാടി സ്തുതിക്കുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണം. ശബ്ദത്തെയും വെളിച്ചത്തെയും എല്ലാം കർത്താവ് നിയന്ത്രിച്ച് അനുഗ്രഹിക്കണം. പ്രത്യേക വചനത്തിൽ നിന്ന് അനുഗ്രഹീതമായിരിക്കുന്ന ആലോചന പറയേണ്ട പ്രിയ സജി മാത്യു സഹോദരനെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസനം വേണ്ട എല്ലാ ദൈവകൃപയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാഥ, സ്തോത്രം. ഞങ്ങൾ ഒഴിഞ്ഞവരായിട്ട് വന്ന് നിറഞ്ഞവരായിട്ട് പോകുവാനുള്ളതായിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദൈവവചന ശുശ്രൂഷയെ അടിയങ്ങൾക്ക് നൽകണമേ. ദാസനെ അതിന് ബലപ്പെടുത്തണമേ. ആത്മീയ ഗീതങ്ങൾ പാടുന്ന പ്രിയപ്പെട്ടവർക്കും വേണ്ട എല്ലാ ദൈവകൃപയും അവിടുന്ന് നൽകി അനുഗ്രഹിക്കണമേ എന്നോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും എന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ ഞങ്ങളുടെ കർത്താവിനെ അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ ധാരാളമായ കൃപകൾ തന്ന് ഈ സന്ധ്യയിൽ ഞങ്ങളെ സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കേണ്ട എല്ലാ ശുശ്രൂഷകൾക്കായിട്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. സർവ്വസ്തുതിയും സ്തോത്രവും പ്രാർത്ഥനയും കർത്താവിൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവേ, സ്വീകരിക്കുമാറാകണമേ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നേരത്തെ ഓർപ്പിച്ചതുപോലെ ഗാന ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുകയാണ്. അനുഗ്രഹീതമായ ആത്മീയ സത്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണല്ലോ ഗാന ശുശ്രൂഷ. തീർച്ചയായിട്ടും അനേക ആത്മീയ സത്യങ്ങൾ ഓർക്കുവാനും അയവറക്കുവാനും നമ്മുടെ ആത്മീയ അഭിവൃദ്ധി പ്രാപിപ്പാനും തക്കവണ്ണം അത് ഇടയാക്കി തീർക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ നമുക്ക് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു വലിയ സ്വഭാവ സവിശേഷത എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ദൈവം അതിപരിശുദ്ധനാണ്. പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടഹസിച്ച് ആരാധിക്കുന്ന സ്വർഗീയ ദൂതഗണങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്രകാരം ആരാധന സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധനായ ഉന്നതനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ വർണ്ണിക്കുന്ന, ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഒരു ഗാനമാണ് നാം ഇപ്പോൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ. എനിക്ക് തോന്നുന്നത് ക്രൈസ്തവ മലയാളികൾ, ക്രൈസ്തവ സമൂഹം
എല്ലാവരും ഒരുപോലെ നെഞ്ചിലേറ്റിയ ഒരു അനുഗ്രഹീതമായ ഗാനമാണ്. വളരെ ജനപ്രിയമായ ഒരു ഗാനമാണത്. ഈ ഗാനം രചിച്ചിരിക്കുന്നത് ഇന്ന് കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന സഹോദരൻ ഭക്തവത്സലൻ അവർകളാണ്. അല്പ നാളുകൾക്ക് മുമ്പ് ആ ഭക്തനായ ദൈവദാസനെ പരിചയപ്പെടുവാനുള്ള വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചു. അത് വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഒരു സുവിശേഷകനാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ വളരെ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം പറയുകയുണ്ടായി. അനേക കാര്യങ്ങൾ എന്നെ ഉപദേശിച്ചു. അതൊക്കെ വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. വളരെ താഴ്മയുള്ള, വളരെ വിനയമുള്ള, വളരെ അപ്രോച്ചബിളായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കർത്തൃദാസ് വ്യക്തി ആയിരുന്നു. ഞാൻ അപ്പോൾ ആലോചിച്ചു, യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധനായ ദൈവത്തിൻ്റെ, ഉന്നതനായ ദൈവത്തിൻ്റെ ദർശനം ലഭിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഈ പാട്ട് അദ്ദേഹത്തിന് എഴുതുവാനായിട്ട് സാധിച്ചത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഗാനം കേൾക്കുമ്പോൾ അപ്രകാരം ഒരു ദർശനം നമുക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ഈ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് കർത്തൃദാസൻ ഉണ്ണി തോബിയാസ് അവർകളാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമുക്ക് ആയിരിക്കാം. ഇപ്പോൾ ഈ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രിയ സഹോദരനെ ഞാൻ ക്ഷണിക്കുകയാണ്. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ. ഹല്ലേലൂയ, 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 അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യദാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൽ സൂര്യൻ, രാജാതിരാജനം മശിഹ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യദാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൽ സൂര്യൻ, രാജാതിരാജനം മശിഹ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കോടിതൻ ദൂത സൈന്യവുമായി മേഘാരൂഢനായി വരും നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശുമശിഹ. കോടാകോടിതൻ ദൂത സൈന്യവുമായി മേഘാരൂഢനായി വരും നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശുമശിഹ. ആഹാ ഹല്ലേലൂയ, 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 ആഹാ ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 5:7 നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയുടെ ബഹുത്വം, അതിൻ്റെ മഹത്വം അത് വർണ്ണിച്ചാൽ തീരുകയില്ല. സങ്കീർത്തനക്കാരൻ അത് ഓർക്കുമ്പോൾ അവന് ആ ദേവാലയത്തിലേക്ക് ചെന്ന് കർത്താവിനെ ആരാധിക്കാതിരിക്കുവാനായിട്ട് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, നാമും ഈ കൃപയുടെ മഹത്വത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ ഏറ്റുപാടിക്കൊണ്ട് നമുക്ക് അടുത്ത ഗാനം കേൾക്കാം. ആ ഗാനം ഇപ്രകാരമാണ് തുടങ്ങുന്നത്: ഞാനോ നിൻ കൃപയുടെ ബഹുത്വത്താൽ നിന്നാലയത്തിൽ ചെന്ന് നിന്നെ സ്തുതിക്കും. ഈ ഗാനം എഴുതിയിരിക്കുന്നത് പ്രിയ മാമൻ കുര്യൻ അങ്കിളാണ്. പ്രിയ കർത്താസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ വീണ്ടും പ്രിയ ഉണ്ണി തോബിയസ് അങ്കിൾ നമുക്ക് വേണ്ടി ഈ ഗാനം ആലപിക്കുന്നതായിരിക്കും. ഞാനോ നിൻ കൃപയുടെ ബഹുത്വത്താൽ നിന്നാലയത്തിൽ ചെന്നു സ്തുതിച്ചിടുമേ. ഞാനോ നിൻ കൃപയുടെ ബഹുത്വത്താൽ നിന്നാലയത്തിൽ ചെന്നു സ്തുതിച്ചിടുമേ. സൈന്യങ്ങളിൽ യഹോവേ തിരുനിവാസം എത്ര മനോഹരം അത്ഭുതമേ. സൈന്യങ്ങളിൽ യഹോവേ തിരുനിവാസം എത്ര മനോഹരം അത്ഭുതമേ. ഞാനോ നിൻ കൃപയുടെ ബഹുത്വത്താൽ നിന്നാലയത്തിൽ ചെന്നു സ്തുതിച്ചിടുമേ. ഞാനോ നിൻ കൃപയുടെ ബഹുത്വത്താൽ നിന്നാലയത്തിൽ ചെന്നു സ്തുതിച്ചിടുമേ.
പ്രാകാരങ്ങളിൽ കഴിക്കുന്ന വാസന 1000 നാളിനേക്കാൾ ഉത്തമമേ. നിൻ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന വാസന 1000 നാളിനേക്കാൾ ഉത്തമമേ. നിന്നാലയെ വസിപ്പോർ ഭാഗ്യവാന്മാരവർ അനരതം സ്തുതിച്ചിടും നന്ദിയോടെ. നിന്നാലയെ വസിപ്പോർ ഭാഗ്യവാന്മാരവർ അനരതം സ്തുതിച്ചിടും നന്ദിയോടെ. ഞാനോ നിൻ കൃപയുടെ ബഹുത്വത്താൽ നിന്നാലയത്തിൽ ചെന്നു സ്തുതിച്ചിടുമേ. സൈന്യങ്ങളിൽ യഹോവേ തിരുനിവാസം എത്ര മനോഹരം അത്ഭുതമേ. ഞാനോ നിൻ കൃപയുടെ ബഹുത്വത്താൽ നിന്നാലയത്തിൽ ചെന്നു സ്തുതിച്ചിടുമേ. మదని సని దమ గమగ సని నిస సగ మద గమదని మదని సని నిస మగ సని గ సని ద సని దమ గమగ సగ మదని స గమదని స దని స. യഹോവേ എനിക്കു ചെയ്തത നന്മകൾക്കായി എന്തുപകാരം ഞാൻ ചെയ്തിടും നാഥ. യഹോവേ എനിക്കു നീ ചെയ്തത നന്മകൾക്കായി എന്തുപകാരം ഞാൻ ചെയ്തിടും നാഥ. രക്ഷയിൻ പാനപാത്രം എടുത്തു നിന്നാമത്തെ ഞാൻ നന്ദിയോടെ എന്നും സ്തുതിച്ചിടുമേ. രക്ഷയിൻ പാനപാത്രം എടുത്തു നിന്നാമത്തെ ഞാൻ നന്ദിയോടെ എന്നും സ്തുതിച്ചിടുമേ. ഞാനോ നിൻ കൃപയുടെ ബഹുത്വത്താൽ നിന്നാലയത്തിൽ ചെന്നു സ്തുതിച്ചിടുമേ. സൈന്യങ്ങളിൽ യഹോവേ തിരുനിവാസം എത്ര മനോഹരം അത്ഭുതമേ. ഞാനോ നിൻ കൃപയുടെ ബഹുത്വത്താൽ നിന്നാലയത്തിൽ ചെന്നു സ്തുതിച്ചിടുമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ ആദ്യമായി ഈ ലോകത്തിൽ അവതരിച്ചപ്പോൾ നമുക്കറിയാം, അവനൊരു ദരിദ്രനായി ഒരു ദാസവേഷമണിഞ്ഞ് കഴുതപ്പുറത്ത് അവൻ വന്നു. അവൻ എന്തിനാണ് അങ്ങനെ വന്നത് എന്ന് നമുക്കറിയാം. നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് മരിക്കുവാൻ. എന്നാൽ അവൻ വീണ്ടും വരും എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നത് ഒരു ദാസനായിട്ടല്ല, ഒരു ദരിദ്രനായിട്ടല്ല, മറിച്ച് അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ടാണ് വരുന്നത്. അവൻ നമ്മെ ഭരിക്കുവാനും ഈ ലോകത്തെ ന്യായം വിധിക്കുവാനുമാണ് കടന്നു വരുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യും. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് വരുവാനായിട്ട് പോവുകയാണ്. ഈ വലിയ ആത്മീയ സത്യം നമ്മെ ഓർപ്പിക്കുന്ന ഒരു അനുഗ്രഹീത ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. ശ്രീ യേശു രാജാതി രാജനെ എന്ന് തുടങ്ങുന്ന ഈ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് പ്രിയ കർത്തദാസൻ സന്തോഷ് മാത്യു കൊട്ടാരക്കരയാണ്. ഗാനം രചിച്ചിരിക്കുന്നത് ന്യൂയോർക്കിലുള്ള വിജയ മാത്യു സവർകളാണ്. ഇപ്പോൾ ഈ ഗാനം ആലപിക്കുവാനായിട്ട് പ്രിയ കർത്തദാസനെ ഞാൻ ക്ഷണിക്കുകയാണ്.
സർവാദിനാഥനും സർവം ചമച്ചോനും ആദ്യനും അന്ത്യനും നീ, ആദ്യനും അന്ത്യനും നീ. ശ്രീയേശുവേ രാജാധിരാജൻ നീ. സ്വർഗം വെടിഞ്ഞി പൂവിൽ വന്നു, യാഗമായി തീർന്നു മരക്കുരിശിൽ. സ്വർഗം വെടിഞ്ഞി പൂവിൽ വന്നു, യാഗമായി തീർന്നു മരക്കുരിശിൽ. മൃത്യു വരിച്ചു സ്വർഗേ ഗമിച്ചു, മൃത്യു വരിച്ചു സ്വർഗേ ഗമിച്ചു. രക്ഷകനായി തീർന്നു നീ, എൻ്റെ രക്ഷകനായി തീർന്നു നീ. ശ്രീയേശുവേ രാജാധിരാജൻ നീ. ഭക്തരെ ചേർക്കുവാൻ വീണ്ടും വരും ശക്തരം ദൂതഗണങ്ങളുമായി. ഭക്തരെ ചേർക്കുവാൻ വീണ്ടും വരും ശക്തരം ദൂതഗണങ്ങളുമായി. രാജാധിരാജ താമസമെന്തേ, രാജാധിരാജ താമസമെന്തേ. കണ്ണീർ തുടച്ചിടുവാൻ എന്നെ മാറോടണച്ചിടുവാൻ. ശ്രീയേശുവേ രാജാധിരാജൻ നീ. ശ്രീയേശുവേ രാജാധിരാജൻ നീ. സർവാദിനാഥനും സർവം രചിച്ചോനും, സർവാദിനാഥനും സർവം രചിച്ചോനും ആദ്യനും അന്ത്യനും നീ, ആദ്യനും അന്ത്യനും നീ. ശ്രീയേശുവേ രാജാധിരാജൻ നീ. നമ്മുടെ കർത്താവ്
കർത്താവായ യേശു ക്രിസ്തു അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. എന്നാൽ അതേസമയം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മെ പരിപാലിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന നല്ലൊരു പരിപാലകൻ കൂടെയാണ്. സങ്കീർത്തനങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു: ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലത്തു ഭാഗത്ത് നിനക്ക് തണൽ. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ വലത്തു ഭാഗത്ത് നമുക്ക് തണലായി നിൽക്കുന്ന, മയങ്ങാതെ ഉറങ്ങാതെ നമ്മെ പരിപാലിക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് ഓർത്ത് അവനെ സ്തുതിക്കാം. ഈ കർത്താവിൻ്റെ പരിപാലനം, സ്നേഹം, ഇതെല്ലാം വർണ്ണിക്കുന്ന, നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് തുണയായി നിൽക്കുന്ന ഈ കർത്താവിനെ വർണ്ണിക്കുന്ന ഒരു ഗാനമാണ് നാം ഇപ്പോൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം. ഈ ഗാനം നമുക്ക് വേണ്ടി പ്രിയ കർത്താദാസൻ ഉണ്ണി തോബിയാസ് അവർകൾ ആലപിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കും. നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ, മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ, മാറോടു ചേർക്കുവാൻ
എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഉൾത്തടത്തിൽ ദുഃഖഭാരമല്ല നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഉൾത്തടത്തിൽ ദുഃഖഭാരമല്ല നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണല്ലേകയാശ്രയം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. റോമാലേഖനം 12:11 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സ്നേഹിപ്പിൻ. കൃപാവരങ്ങളുടെ ഒരു നീണ്ട പട്ടികയെക്കുറിച്ച്, ആ കാര്യങ്ങളെക്കുറിച്ച് വിവരിച്ചതിന് ശേഷമാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും വിവിധങ്ങളായ കൃപാവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ കൃപാവരങ്ങൾ ദൈവത്തിന് വേണ്ടി ജ്വലിപ്പിച്ചുകൊണ്ട് നാം ഉണർന്ന് പ്രവർത്തിക്കണം. മടുപ്പില്ലാതെ ഉത്സാഹത്തോടെ നാം ആത്മാവിൽ എരിവുള്ളവരായി പ്രവർത്തിക്കണമെന്ന് ദൈവാത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. മാത്രമല്ല, ഈ കൃപയുടെ നാളുകൾ അത് തീരാറായി എന്ന വസ്തുത കൂടെ നാം മനസ്സിലാക്കണം. അത് വേഗത്തിൽ കഴിഞ്ഞു പോകും. കർത്താവായ യേശുക്രിസ്തു നമ്മെ ചേർപ്പാനായിട്ട് വേഗത്തിൽ വരും. അതിനുശേഷം നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുവാനായിട്ട് പോവുകയാണ്. അവിടെ നാം നമ്മുടെ പ്രവൃത്തികൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് വരും നാളുകളിൽ ഉണർന്ന് പ്രവർത്തിക്കാം. ഉത്സാഹത്തോടെ ആത്മവരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാം. അതിന് ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന, ആത്മീയ സത്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഗ്രഹീത ഗാനമാണ് നാം ഇപ്പോൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ഉണരുവിൻ ഉണരുവിൻ ദൈവജനമേ, കൃപയിൻ നാളുകൾ തീർന്നിടാറായി. സഹോദരി മേഴ്സി പീറ്റർ എഴുതിയ ഈ ഗാനം ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രിയമകൾ അക്സ സന്തോഷ് ആലപിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കും.
വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും മനോഹരമായ ഒരു വിവരണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: ആ സ്വർഗീയ യെരൂശലേം എല്ലാ മഹിമകളോടും കൂടെ ഒരു മണവാട്ടിയെ പോലെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കാര്യം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ആ സ്വർഗീയ യെരൂശലേമിൻ്റെ പ്രത്യേകതകൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിപ്രകാരമാണ്. ആ സ്വർഗീയ യെരൂശലേമിൽ സൂര്യൻ കാണുകയില്ല, ചന്ദ്രൻ കാണുകയില്ല, മാത്രമല്ല അതിലെല്ലാറ്റിലും ഉപരിയായിട്ട് ദേവാലയം തന്നെ അവിടെ കാണുകയില്ല എന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതിൻ്റെ കാരണവും അവിടെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ തേജസ് അവിടെ നിറഞ്ഞിരിക്കുകയാണ്. ആ കുഞ്ഞാട് അതിൻ്റെ വിളക്കായി ഇരിക്കുകയാണ്. മാത്രമല്ല 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക്, ഇങ്ങനെ ഒരു പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് നമ്മെ എല്ലാവരെയും ദൈവം ആക്കി വയ്ക്കുവാനായിട്ട് പോവുകയാണ്. ആ പുതിയ ഭൂമിയിൽ, പുതിയ ആകാശത്തിൽ, സ്വർഗീയ യെരൂശലേമിൽ നാം ആയിരിക്കുവാനായിട്ട് പോവുകയാണ്. ഈ ആത്മീയ സത്യങ്ങളെ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഗ്രഹീത ഗാനമാണ് അമ്പ യെരൂശലേം അമ്പരൻ കാഴ്ചയിൽ, അമ്പരെ വരുന്ന നാൾ എന്ത് മനോഹരം. മഹാകവി KV സൈമൺ സാറ് എഴുതിയ ഈ ഗാനം ഇപ്പോൾ പ്രിയ സഹോദരൻ ഉണ്ണി തോബിയാസ് അവർകൾ നമുക്ക് വേണ്ടി ആലപിക്കും. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം കേൾക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അമ്പ യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ, അമ്പരെ വരുന്ന നാളെന്തു മനോഹരം. അമ്പ യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ, അമ്പരെ വരുന്ന നാളെന്തു മനോഹരം. അമ്പ യെരൂശലേം തന്മണവാളനു വേണ്ടിയലങ്കരിച്ചുള്ളൊരു മണവാട്ടി തന്നെ കന്യക. നല്ല പ്രവൃത്തികൾ ആയുസു ചേരയെ നല്ല മിഴികരിച്ചു കൊണ്ടവിരാമയ. അമ്പ യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ, അമ്പരെ വരുന്ന നാളെന്തു മനോഹരം. അമ്പ യെരൂശലേം നീളവും വീതിയും ഉയരവും സാമ്യമായി കാണുവതിവളിലാണ്
കന്യയിലല്ലത് ഇവളുടെ സൂര്യചന്ദ്രർ ഒരു വിധത്തിലും വാനം വിടുകയിൽ ഇവൾ ശോഭ അറുതിയില്ലാത്തതാ അമ്പയരൂശലേ അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം അമ്പയരൂശലേ രസമെഴും സംഗീതങ്ങൾ ഇവളുടെ കാതുകളിൽ സുഖമരുളിടും ഗീതം സ്വയം ഇവൾ പാടിടും കനകവും മുത്തുരത്നം ഇവയണികില്ലെങ്കിലും സുമുഖിയാം ഇവൾ കണ്ടം ബഹുരമണീയമ അമ്പയരൂശലേ അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം അമ്പയരൂശലേ നമ്മുടെ പ്രതികൂലങ്ങളുടെ സാഹചര്യത്തിൽ പ്രതിസന്ധികളുടെ നേരത്ത് നമുക്ക് നല്ല തുണയായി നിൽക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. തീച്ചൂളയുടെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ആ തീച്ചൂളയിലേക്ക് ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ കർത്താവ്. സിംഹക്കുഴിയിൽ നാം അകപ്പെട്ടു പോയാൽ സിംഹങ്ങളുടെ വായടപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ചെങ്കടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ കെരീത്ത് തോട്ടിൽ നമ്മുടെ ആ തോട് വറ്റിപ്പോകുമ്പോൾ അവിടെയെല്ലാം നമ്മെ കൈപിടിച്ച് നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മാത്രമല്ല, നാം മരിച്ചു പോയാലും നമ്മെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അവൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ വിവിധ നിലകളിൽ നമ്മുടെ പ്രതിസന്ധികളിൽ ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുന്നു. ഈ അനുഗ്രഹീതമായിട്ടുള്ള ആത്മീയ സത്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. അതോടുകൂടെ ഈ ഗാന ശുശ്രൂഷ ഇന്നത്തെ ഗാന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഗാനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന എല്ലാവർക്കും ഇത് ചേർന്ന് പാടാം. കൈകളെ അടിച്ച് ചേർന്ന് പാടാം. ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇപ്പോൾ അതിനായിട്ട് പ്രിയ കർത്താദാസൻ ഉണ്ണി തോബിയാസിനെ ക്ഷണിക്കുകയാണ്. വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനാ സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ കഷ്ടത അനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ മുന്നിൽ ചെങ്കടലാർ തീരഞ്ഞാലെതിരാൽ പിൻപിൽ വൻവൈരി പിൻഗമിച്ചാൽ ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയാ
ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടത അനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എരിയും തീച്ചൂളം എതിരായി എരിഞ്ഞാൽ ശത്രുവിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടത അനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലെ പോൽ വീഴ്ത്തപ്പെട്ടാൽ സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടത അനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. മണ്ണോടു മണ്ണായി അമർന്നു പോയാലും എൻ കാന്തനേശു വന്നിടുമ്പോൾ എന്നെ ഉയർപ്പിക്കും വിൺശരീരത്തോടെ മഹത്വത്തിൽ. എന്നെ ഉയർപ്പിക്കും വിൺശരീരത്തോടെ മഹത്വത്തിൽ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടത അനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ പ്രിയൻ വലം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഗാന ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായിട്ട് നമുക്ക് വീണ്ടും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. കടന്നു വന്ന ഏവരെയും ഒരിക്കൽ കൂടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുള്ള നന്ദിയും സ്നേഹത്തെയും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. മാത്രമല്ല, ഗാനങ്ങൾ പാടി നമ്മളെ ഏവരെയും സഹായിച്ച പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, അവരോടുള്ള നന്ദിയെ അറിയിക്കുന്നു. പ്രത്യേകാല ഉണ്ണി തോബിയാസ് അവർകൾ, അതുപോലെ തന്നെ സന്തോഷ് മാത്യു അവർകൾ, പ്രിയമകൾ അക്സാറ്റി സന്തോഷ്, ഇവരോടുള്ള നന്ദിയെ ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള അല്പസമയം നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുവാനുള്ള സമയമാണ്. നാം എല്ലാവരും അറിയുന്നത് പോലെ കർത്തദാസൻ
സജി മാത്യൂസ് അവർകളാണ് ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത്. തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും ഒരു വാക്കിൽ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. താൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനത്തിൽ താൻ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യുകയാണ്. എന്നാൽ അതേസമയം താൻ ദൈവജനത്തിന് മധ്യേ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ കഴിഞ്ഞ നാളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകാല താൻ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. ഏത് വിഷയമാണ് എടുക്കേണ്ടത് എന്ന് എന്നോട് താൻ ചോദിച്ചപ്പോൾ, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വിശ്വാസികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വിഷയം എടുക്കണമേ എന്നാണ് ഞാൻ അഭ്യർത്ഥിച്ചത്. അത് പ്രകാരമാണ് താൻ ഇന്ന് നമ്മുടെ മധ്യേ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ടായിരിക്കും താൻ നമ്മോട് സംസാരിക്കുന്നത്. ആ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: അവർ ടൈം ഈസ് നോട്ട് ഗോഡ്സ് ടൈം. നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് താൻ നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഈ പുതിയ വർഷം നമുക്ക് ആരംഭിക്കുമ്പോൾ അത് ഉത്സാഹത്തോടെ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ കേട്ട് നമുക്ക് ആരംഭിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ഇപ്പോൾ പ്രിയ സജി മാത്യൂസ് അങ്കിളിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Good evening, everyone. It's again a delight for me to stand before you. വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുന്നേ ഈ രീതിയിൽ നിൽക്കാൻ. നല്ല പാട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല പാട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. I'm a very good bathroom singer. So once I tried to tell my family that I want to be singing in the stage, they said, പാടിയില്ലെങ്കിലും വേണ്ടില്ല, ആ ഒരു കൃതം, I mean, don't do that act anywhere at all. So I really feel jealous for people, those who sing. They're amazing, they are just wonderful, and I really thank God for these amazing men of God who have been taking their who have been laboring for the Lord. Just to begin, I just want to start with a question. ഞാൻ ഒരു ചോദ്യം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. By the way, I'll be combining. I'm not very good with Malayalam, as you all know. മലയാളം എനിക്ക് വളരെ നല്ലപോലെ അറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ സാഹിത്യം മലയാളം നിങ്ങൾ സഹിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ഇടയ്ക്കൊക്കെ മലയാളം പറയുന്നതായിരിക്കും, ബട്ട് ഐ എം നോട്ട് വെരി ഫ്ലുവൻറ്റ്. അതുകൊണ്ട് നിങ്ങളൊന്ന് മാനേജ് ചെയ്യുന്ന എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. I'll start with a question. Are you all ready? There's no energy in it here. Are you all ready? Yes. Who is Jesus Christ in your life? നമ്മൾ സാധാരണ ചർച്ച കൊടുക്കുന്ന ആൻസർ കർത്താവും രക്ഷകനും സൃഷ്ടാവും അതൊക്കെ മാറ്റിവെക്കുക, അതൊക്കെയാണ്. ബട്ട് അപ്പാർട്ട് ഫ്രം Lord and Savior, who is Jesus Christ in your life? Yeah. Who is this? Our shepherd. Yeah. Friend. പിന്നെ ഈ ഹസ്ബൻഡിനോട് ചോദിക്കുകയാണ്, who is your wife? Apart from your wife, who is she? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നല്ല കുക്കാണ് അല്ലേ, നമ്മുടെയൊക്കെ നല്ല ബെസ്റ്റ് ക്രിട്ടിക്കാണ്. പിന്നെ വേറെ എന്താ, നമ്മൾ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു തന്നിരിക്കും അല്ലേ. വാട്ട് ഇഫ് ഐ ആസ്ക് ദ വൈഫ്, ഹു ഈസ് യുവർ ഹസ്ബൻഡ്? അപ്പാർട്ട് ഫ്രം ഹസ്ബൻഡ്, ഹു ഈസ് ഹി? നമ്മൾ പറയാം നല്ലൊരു ഫ്രണ്ടാണ്, കംഫർട്ടറാണ്, സപ്പോർട്ടറാണ്, സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പലപ്പോഴും നമ്മൾ ഇത് ചിന്തിക്കാറില്ല. ഹു ഈസ് ക്രൈസ്റ്റ് അപ്പാർട്ട് ഫ്രം ലോർഡ് ആൻഡ് സേവിയർ ഇൻ യുവർ ലൈഫ്? തിങ്ക് അബൌട്ട് ഇറ്റ്. ഐ മീൻ ഒരു 5, 6 അല്ലെ 10
ഒന്ന് പോയിൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലൊന്ന് വെച്ച് നിങ്ങളൊരു പേപ്പർ എഴുതി, ഇഫ് യു ജസ്റ്റ് ഹാവ് എ പേപ്പർ, എ സ്മോൾ പേപ്പർ, ജസ്റ്റ് പെൻ ദം ഡൗൺ, ജസ്റ്റ് പെൻ ദം ഡൗൺ. ഈ കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. വൺ മോർ സ്റ്റെപ്പ് ഫർദർ ടു ലവ് ഹിം, an opportunity to just understand him, just know him. അതുകൂടാതെ ഈ കർത്താവിനെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ കർത്താവിനെ നിങ്ങളൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ ഈ സമയം ഞാൻ വേർതിരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഐ വാണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ലവ് ഹിം മോർ. Understand just Jesus Christ as a person to be loved. ഒരു സ്നേഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിട്ടൊന്ന് മനസ്സിലാക്കാനൊന്ന് ശ്രമിച്ചേ. And then I want you to love him a step further. കഴിഞ്ഞ ദിവസം ഒരു 1 week 10 days back എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്, he came to my office to visit me. പുള്ളിയെ ഞാൻ കാണുന്നത് ഓൾമോസ്റ്റ് ആഫ്റ്റർ 20 years. We were studying together. He is a good believer. അന്നേരം ഇവൻ്റെ ഹൈറ്റ് ഒരു എനിക്ക് തോന്നുന്നു ഒരു 6.5 അടിയുണ്ട്. സോ വി യൂസ് ടു കോൾ ഹിം വെർട്ടിക്കൽ. ഇങ്ങനായിരുന്നു പുള്ളി ഉണ്ടല്ലോ, വെർട്ടിക്കൽ. സോ വി യൂസ് ടു കോൾ ഹിം വെർട്ടിക്കൽ. പഠിത്തം എല്ലാം കഴിഞ്ഞ് ഹി വെൻറ്റ് ടു ഓസ്ട്രേലിയ. കല്യാണം എല്ലാം കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ പുള്ളി പോയി. So after 20 years he came to India and we were meeting. He came to my office and I was longing to meet him after so long, and he wanted me the same. We have been in contact for long. ഞങ്ങൾ കോൺടാക്റ്റിലായിരുന്നു, സംസാരിക്കുമായിരുന്നു. We used to share, we used to support, we used to encourage each other. പക്ഷേ we never met each other. 10 ദിവസം മുമ്പേ പുള്ളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് യൂഷ്വലി വാട്ട് ഹാപ്പൻസ് വെൻ യു മീറ്റ്, സാധാരണ എന്താ സംഭവിക്കാറുണ്ട്, 2 ഫ്രണ്ട് സാധാരണ കൂടുമ്പം നമ്മൾ കെട്ടിപ്പിടിക്കും അല്ലേ, വി ഹഗ് ഈച്ച് അതർ. ബട്ട് ദ ബെസ്റ്റ് പാർട്ട് വാസ് when you hug a person, you know, the main thing is you touch his your cheek, your chin with the person, your cheek with the person's next to you. You touch the neck with each other. Oh, sorry. I'm extremely sorry. Thank you for the correction. So we usually meet each other with this way, right? നമ്മൾ സാധാരണ ചീക്ക് നമ്മൾ ടച്ച് ചെയ്യും, നമ്മൾ കഴുത്തിൽ ഇങ്ങനെ ടച്ച് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കെട്ടിപ്പിടിച്ച് നമ്മൾ ഒരു സ്നേഹിതനെ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. Isn't that is what we do, right? ഒന്ന് ഓർത്ത് നോക്കിക്കോ, ഒരു 15 വർഷം അല്ലെ 20 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ കണ്ടുമുട്ടിയാൽ എങ്ങനെ ആയിരിക്കും? ആദ്യം എന്തായിരിക്കും മുട്ടുന്നത്? ഇമാജിൻ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ പലപ്പോഴും പറഞ്ഞ് ആസ്വദിക്കാറുള്ള ഒരു കാര്യം, യു ഫീൽ ദാറ്റ് യു ഷുഡ് ബി ടച്ചിങ് ദ പേഴ്സൺ ചീക്ക് അല്ലേ, നമ്മളിങ്ങനെ ഉമ്മ കൊടുക്കാനോ നമ്മളിങ്ങനെ ഹഗ് ചെയ്യാനോ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്താലും 2 പേരെ തമ്മിൽ മുട്ടിക്കഴിഞ്ഞ് യു ജസ്റ്റ് കനോട്ട് മൂവ് ഫോർവേഡ്, റൈറ്റ്? That would be the first thing which would be pushing you through. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ എന്നാലും നമ്മൾ കെട്ടിപ്പിടിച്ച് നമ്മുടെ സ്നേഹിതൻ്റെ we just hug and we just pat on the back and we show our expression. Do we do the same with our Lord when we experience him in spirit? നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മൾ സ്നേഹിതനാണ്, ഫ്രണ്ടാണ്, ക്ലോസ് കമ്പാനിയനാണ് എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. ബട്ട് do we really feel him? Do we really make him so close to us? ചെയ്യാറില്ല. Why? Because നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്ന ഒരു പൊസിഷനിലാണ് കർത്താവിനെ നമ്മൾ വെച്ചിരിക്കുന്നത്. You know, we have kept him higher than something more. നമ്മളൊരു പൊസിഷനിൽ നിന്ന് മേളിലോട്ടാണ് നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ്സിൽ നമ്മളെ തന്നെ കർത്താവിനെ നമ്മൾ വെച്ചിരിക്കുന്നത്. വി ആർ കീപ്പിംഗ് ഹിം സംവെയർ. അവിടെ നിന്ന് നമുക്ക് ആ കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് വാട്ട് ഐ വാണ്ട് ടുഡേ ടു ഡു with the time left over, I want to introduce with you the Lord who is so close, who is so amazing, who is so loving. ഈ കർത്താവിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ടൈറ്റിൽ കൊടുത്തല്ലോ,
our time is not his time. ഈ കർത്താവിനെ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ഈ കർത്താവ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതും ഈ കർത്താവ് നമ്മളെ എങ്ങനെയാണ് ഹൗ ഡസ് ഹി കെയർ, ഹൗ ഡസ് ഹി വാണ്ട് അസ് ടു ബി എക്സ്പീരിയൻസിങ് ഹിം. ഈ കർത്താവിനെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ പോർഷൻ we just read John chapter 11 verses 1, 2, 3, 4. John 11 verses 1, 2, 3 and 4. Can someone please help me? John chapter 11 verses 1, 2, 3 and 4. Yeah. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥാനിയയിൽ ലാസർ എന്നൊരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി അവൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. കർത്താവ് ഇവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, കർത്താവിടെ നല്ല 2-3 ഫ്രണ്ട്സാണ്, മാർത്ത, മേരി ആൻഡ് ലാസറസ്. ലാസറസ് ഇസ് സിക്ക്. ദൂരെ ഒരു ഗ്രാമത്തിൽ ലാസറസ് ഈസ് ഓൺ ദ ബെഡ്. ഈ ലാസറസിനെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി മേരിയും മാർത്തയും അവർ ന്യൂസ് അയക്കുന്നു. ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. എന്നിട്ട് കർത്താവ് പറയുന്നത് എന്താ? നമ്മൾ ഇവിടെ തന്നെ ഒന്നും താമസിക്കാം, അല്ലേ? നമ്മൾ ഇവിടെ തന്നെ താമസിക്കാം. See, there are three things which I just want to bring before you today. One, our disappointments, our failure is an opportunity for Christ to glorify God. നമ്മുടെ ഡിസപ്പോയിൻമെൻറ്റ്സ്, നമ്മുടെ ഫെയിലിയേഴ്സ്, നമ്മൾ വിചാരിക്കുന്ന ദ ലിമിറ്റേഷൻ കർത്താവ് കാണുന്ന വേറെ രീതിയിലാണ്. എന്താണ്? അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. അതൊരു ഗ്ലോറി ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി ഒരു ഗ്ലോറിഫിക്കേഷന് വേണ്ടിയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. I always have been telling this to share. ഹരിയാനയിൽ മുന്നോട്ട് വന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ബൽദേവ് ആൻഡ് ഹിസ് വൈഫ്, ബൽദേവ് സിംഗ് ആൻഡ് രേഷ്മ സിംഗ്. ബോത്ത് ഓഫ് ദം ആർ ന്യൂ ബിലീവേഴ്സ്. അവർക്കൊരു മോളുണ്ട്. ഷീസ് നൗ മോർ ദാൻ, I think she is crossed 30. ഈ കുടുംബം അവരുടെ വിശ്വാസ കാരണത്താൽ ഗ്രാമത്തിൽ നിന്ന് അവരെ ഗെറ്റ് ഔട്ട് അടിച്ചു. They have been abandoned from their village. They have been abandoned from their relatives. They have been kicked out from all their so-called relationships. This girl, അവൾക്ക് കല്യാണം നടക്കുന്നില്ല. There are a number of stories. Now what would you say? When is the time? പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ടൈം. Few years back, കുറച്ച് വർഷം മുമ്പേ, there was a young guy, 22-23 year old. He was driving his bike. He met with an accident. തിരുവല്ല അടുത്താണ്. ഭയങ്കര ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. He is on the bed for more than 12 years now. He is on the bed. He is totally paralyzed below his belly. അവനും സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. How long? When is the time? When is the time? We don't know. We don't know. We don't know that. ഞാൻ അറിയുന്ന ഒരു കപ്പിളുണ്ട്. Both of them are new believers. They got married almost 10-12 years back. പിള്ളേരില്ല. They have been mocked by
their relatives, from their people around, അവരുടെ റിലേറ്റീവ്സും ബാക്കി എല്ലാ ആൾക്കാരുടെ മുന്നേ അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിൻ്റെ ദൈവം എന്താ, കൊച്ചു തരാൻ പറ്റത്തില്ലേ, കൊച്ചിനെ തരാൻ പറ്റത്തില്ലേ, can't you conceive, so on and so forth. My beloved, what would we say? What would we say to people of those kind, those who are struggling, those who are disappointed, those who feel they are the failures in life? പലപ്പോഴും നമ്മുടെ ജോലിയിലായാലും നമ്മുടെ ബിസിനസ്സിലായാലും നമ്മുടെ എഡ്യൂക്കേഷനിലായാലും വി ഫെയിൽ, വി ആർ ഡിസപ്പോയിൻറ്റഡ്. നമ്മുടെ കാഴ്ചപ്പാടിൽ അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ്, ശരിയാണ്. ബട്ട് യു നോ വാട്ട്, കർത്താവ് എങ്ങനെ കാണുന്നത്? അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. 4ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ ബ്രദറെ? ജസ്റ്റ് റീഡ് ദ 4th verse. ഹൗ ഡസ് ലോർഡ് ലുക്ക് അറ്റ് ഇറ്റ്? കർത്താവ് എങ്ങനെ കാണുന്നത്? യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ഈ ദിനം മരണത്തിനായിട്ടല്ല. ഐ മീൻ, സീ, ഹീ ഈസ് ദ ലോർഡ്. ഈ കർത്താവ്, യു നോ, he was and he is and he is to come. The word became flesh. The great I am, the one who created this universe, he knows. He knows what's going on in your life. നമ്മൾ വിചാരിക്കുന്നത് അത് മരണത്തിന് വേണ്ടിയാണെന്ന്. നമ്മൾ വിചാരിക്കുന്നത് that would be for the death, that would be for the last, you know, last breath. അത് കഴിഞ്ഞാൽ നമുക്കൊന്നും ഇല്ല. There is no opportunity left for me. There is no chance left for me. ഇതില്ലെങ്കിൽ വാട്ട് നെക്സ്റ്റ്? കർത്താവേ, ഞാൻ ഇനി എന്തോ ചെയ്യേണ്ടത്? പക്ഷെ കർത്താവ് എങ്ങനെ നോക്കുന്നത്? മരണത്തിന് വേണ്ടിയല്ല ഇത്, പിന്നെ എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? എന്താ എഴുതിയിരിക്കുന്നത്? ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. ദൈവപുത്രൻ മഹത്വം, ഫോർ ദ ഗ്ലോറി ഓഫ് ദ സൺ ഓഫ് ഗോഡ്. 21ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വേഴ്സ് 21. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഓക്കെ. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഓക്കെ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ കർത്താവിനെ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കേ. കർത്താവ് എന്തുവാ ചെയ്യുന്നത്? തന്നെ ഹിസ് എക്സ്പ്ലെയിനിങ്, ഹിസ് എക്സ്പോസിങ്. ഈ കർത്താവുടെ മഹിമയാണ്, യു നോ, ഹിസ് ട്രൈങ് ടു ഷോ ഹിസ് ഗ്ലോറി. നമ്മൾ ഈ കർത്താവുടെ ഈ മഹിമയെ നമ്മൾക്ക് മനസ്സിലാക്കാനോ ഈ പലപ്പോഴും നമുക്ക് ചാൻസസ് വരാറില്ല. നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ദാറ്റ് ഫെയിലിയർ, അയ്യോ എനിക്ക് ഫെയിലിയറായി, അയ്യോ എനിക്ക് ഡിസപ്പോയിൻമെൻറ്റ്സ് ആയി, ഓ ഐ ആം സിക്ക്, ഐ ഹാവ് എ പ്രോബ്ലം, എനിക്ക് എന്തിനെ കൊള്ളാം, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. യു നോ, മൈ സ്റ്റോറി ഈസ് ദിസ്, ദി എൻഡ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നോക്കുന്നത് അങ്ങനല്ല. കർത്താവ് നോക്കുന്ന രീതിയേ വേറെയാണ്. He wants to make you an example before others. ഇന്ന് രാവിലെ ഞങ്ങളുടെ സഭാ ഹാളിലെ ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്. ജസ്റ്റ് റീഡ് 2 Corinthians chapter 1 verse 3. ഒന്ന് വായിക്കാമോ? ആരാണ് ഈ കർത്താവ്? ഈ കർത്താവ് എങ്ങനത്തെ കർത്താവാണ്? ഒന്ന് ശ്രദ്ധിച്ചേ. എന്താ പറയുന്നത്? നമ്മൾ എന്തിനാ ഈ സിറ്റുവേഷൻസിലാക്കുന്നതും അതിനകത്തൊരു ആൻസറായിട്ട് കാണുന്നുണ്ട്. ഒന്ന് വായിച്ചേ. മനസ്സിലുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി, the comforter, God the comforter, നമുക്ക് ആശ്വാസം തരുന്ന ഒരു കർത്താവാണ്. എന്തിനാ ഈ ആശ്വാസം തരുന്നത്? വൈ? എന്തിനു വേണ്ടി ആശ്വാസം തരുന്നു? അതെയാ വായിച്ചാൽ പറഞ്ഞത്. സർവ ആശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്
ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് യെസ്, ഇത് നമുക്ക് കംഫർട്ട് തരുന്നത് സോ ദാറ്റ് വി മേ ബിക്കം എ കംഫർട്ട് ഫോർ അതേഴ്സ്. വി മേ ബിക്കം എ കംഫർട്ട് ഫോർ അതേഴ്സ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ആരെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഓ, അങ്ങനെ ചെയ്യാൻ പാടല്ലോ. വി ഓൾവേസ് ഗോ ബാക്ക് ടു ദ സോഴ്സ്. അതാണ് നമ്മൾ എവിടുന്ന് വന്നു, എന്തായി സംഭവം, നമ്മൾ അതിൻ്റെ സോഴ്സ്, ഐ ഡോ നോട്ട് നോ വാട്ട് ഡു യു കോൾ ഇൻ മലയാളം, സോഴ്സിൻ്റെ ആ ഒരു സ്രോതം അല്ലേ, സ്രോതത്തിൻ്റെ അതാണ് കണ്ടുപിടിക്കാനും അതിനകത്ത് നമ്മൾ പൊട്ടിക്കാൻ ശ്രമം നടത്താറുള്ളത്. വി ബ്രേക്ക് അവർ ഹെഡ് ടു നോ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് മൈ പ്രോബ്ലം. ബേസിക്കലി പ്രോബ്ലം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പ്രോബ്ലത്തെ നമ്മൾ ആ കർത്താവ് ആ പ്രോബ്ലത്തിൽ നിന്നും നമ്മളെ കൊണ്ട് എന്താ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നില്ല. We are not able to see enjoy or understand the problem and the way of God or doing of God in our life. We are not able to see the purpose behind the problem, but we are able to see only the problem in itself. God has a plan. God wants to glorify Himself. God wants to use you as a vessel for His glory. നമ്മൾ അതിനു വേണ്ടിയാണ് നമ്മളെ ഓരോ ഡിസപ്പോയിൻമെൻറ്റ്സും ഓരോ ഫെയിലിയേഴ്സും ഓരോ ബുദ്ധിമുട്ടും തരുന്നത്. Try to understand Him. He is there with you. He is interested in you. He is standing with you. He is caring for you. He is comforting you. ആ കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഹീസ് ദെയർ. ഓൺലി തിങ് ഈസ് നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ആ കർത്താവിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. സോ നമ്മുടെ ഡിസപ്പോയിൻമെൻറ്റ്സ്, നമ്മുടെ ഫെയിലിയേഴ്സ് കർത്താവിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്തിന്? ടു ഗ്ലോറിഫൈ ഹിസ് സൺ. ആ യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി. ഒന്ന്. രണ്ടാമത്തേത് നമുക്ക് ക്വിക്ക്ലി ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ഇഗ്നറൻസ് അല്ലെ, നമ്മൾ വിചാരിക്കുന്ന ഡിലേ ദ ഡിലേ ഓഫ് ആൻസേഴ്സ് becomes an opportunity for the Lord to expose Himself. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഡിലേ, what do you call in മലയാളം? ഡിലേ, താമസം. യെസ്, താമസം. നമ്മൾ വിചാരിക്കുന്ന താമസം എന്തിനാ? അയ്യോ കർത്താവ് ഉത്തരം തരുന്നില്ല, താമസം. പക്ഷെ ഈ താമസം കർത്താവിനെ സംബന്ധിച്ച് കർത്താവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദ ഡിലേ ഓഫ് ആൻസേഴ്സ് ഇൻ ഹിസ് സൈറ്റ്, ഇൻ ഹിസ് വേ, he is trying to expose himself. How do we know that? How do we know? Okay, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ. ഈ മാർത്ത ലാസറസ് ഉയർത്തെണീക്കുന്ന മുമ്പേ കർത്താവിനെ കുറിച്ച് എത്രയാണ് മനസ്സിലാക്കിയത്? ഒന്ന് വായിച്ചേ. ജസ്റ്റ് റീഡ്. നമ്മൾ വായിച്ച വാക്യമാണ്, ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. 21 and 22 ഒന്ന് വായിച്ചേ. ഈ മാർത്തയുടെ കാഴ്ചപ്പാട് യേശു ക്രിസ്തു ആരാണ്? ഒന്ന് വായിച്ചേ. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഓക്കെ, ഒന്ന്. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഈ മാർത്തയുടെ കാഴ്ചപ്പാടിൽ യേശു ക്രിസ്തു ആരാ? ഇതുവരെ ആരാ? ഹീലർ അല്ലേ, ഒരു സൗഖ്യദായകൻ. അത്രേ ഉള്ളൂ, അത്രേ മനസ്സിലാക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുവാണ്, ഇപ്പോഴൊന്ന് എന്തെങ്കിലും യാചിച്ചാൽ എന്താ അവൾ ആഗ്രഹിക്കുന്നത് യാചിക്കാൻ? അവരുടെ കംഫർട്ട്, അവർക്കൊരു കംഫർട്ട് ആയിരിക്കണം, അവർക്ക് എല്ലാ രീതിയിൽ ഒരു സപ്പോർട്ട് ആകാൻ വേണ്ടി അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളെല്ലാം
നേരിടാൻ വേണ്ടി ഷീസ് എക്സ്പെക്ടിങ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് വിൽ ബി പ്രൊവൈഡിങ് ഫോർ ദ കംഫർട്ട് ഫോർ ദ ഈസ് ഓഫ് ദെയർ ലൈഫ്. ഈ രണ്ട് സിസ്റ്റേഴ്സേ ഉള്ളൂ. സോ ഹീ ഷുഡ് ബി പ്രൊവൈഡിങ് എ കൈൻഡ് ഓഫ് ഐ ഡു നോട്ട് നോ ഫിനാൻഷ്യൽ mental what I do not know, but I do not know whether she had any thought of Jesus Christ as a one who can raise the dead Lazarus. ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. because that is what the conversation is leading to. മാർത്തയുടെ ജീവിതത്തിൽ she is just limited. ആ ലിമിറ്റഡ് നോളജേ ഉള്ളൂ കർത്താവിനെ കുറിച്ച്. മറിയ എന്താ ചിന്തിക്കുന്നത്? ഒന്ന് 35 ഒന്ന് വായിക്കാമോ ബ്രദറെ? Read 35. What is Mary think about Jesus? അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവെ വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പത്തെ വാക്യം, വാട്ട് ഈസ് മേരി തിങ്കിങ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്? യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. മേരി is also having the similar thought. ജീസസ് ക്രൈസ്റ്റ് ഒരു ഹീലർ ആണെന്നുള്ള കാഴ്ചപ്പാടിലാണ് അവർ മേരി ഇരിക്കുന്നത്. ആണ്. കർത്താവിനെ സൗഖ്യമാക്കാൻ പറ്റത്തില്ല, ആക്കാൻ പറ്റും. അത്രയ്ക്കുള്ള ചിന്ത, അത്രയ്ക്കുള്ള ഒരു നോളജേ ഉള്ളൂ കർത്താവിനെ കുറിച്ച്. ആൻഡ് പീപ്പിൾ അറൗണ്ട് ദം, ബാക്കിയുള്ള ആൾക്കാരൊക്കെയോ അത് ഇത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദേ ഓൾസോ ഹാവ് ദ സിമിലർ തോട്ട് പ്രോസസ്. ഈ കർത്താവിന് അവിടെ പറയുന്നുണ്ട് വേഴ്സ് 37 അല്ലേ? 32 എന്താ പറയുന്നത്? യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. 35 വായിക്കാമോ? 34 ഒന്ന് വായിക്കാമോ? 34 അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു. കർത്താവെ വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. I do not know. I am missing the verse where ആൾക്കാരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കൺവെർസേഷൻ ആണ്. എന്താ കൺവെർസേഷൻ ചെയ്യുന്നത് ആൾക്കാർ? ഈ കർത്താവ് യേശു ക്രിസ്തു ഉണ്ടായിരുന്നെങ്കിൽ ലാസറസ് മരിക്കത്തില്ലായിരുന്നു. ആൾക്കാരുടെ കാഴ്ചപ്പാടും ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ നോളജ് ദേ ഹാവ്. ജീസസ് ക്രൈസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് ലാസറസ് മരിക്കത്തില്ല. ഇത്രയേ ഉള്ളൂ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്. ഒന്ന് ചിന്തിച്ച് നോക്കി, യേശു ക്രിസ്തു വന്ന് ലാസറസിനെ ആക്കിയതായിരുന്നെങ്കിൽ ഇവരുടെ തോട്ട് പ്രോസസ് എന്തെങ്കിലും ഇമ്പ്രൂവ് ആകുമോ? അങ്ങനെ ചിന്തിക്കത്തുള്ളായിരുന്നു. They would have been thinking in the same way what they have been thinking till that moment. പക്ഷേ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒന്ന് നോക്കിക്കേ. റീഡ് വേഴ്സ് 41 and 42. After the resurrection of Lazarus, what is their thought process now? അവർ കല്ല് നീക്കി യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. 45. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. When Lazarus came out of the tomb, the entire situation changed. Their thought process, their understanding of Jesus Christ changed in totality. They were able to understand Jesus in a different way. ഒരു വേറെ രീതിയിലാണ് കർത്താവിനെ ഇപ്പം അവർ മനസ്സിലാക്കുന്നത്. ആരാ? മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള കഴിവുള്ള കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. Praise the Lord. He can raise the dead. He is the source of life. He can not only shed tears, but he can also give life. എന്ന് നല്ല കർത്താവാണ് നമുക്ക്. വല്ലപ്പോഴും നമുക്ക് ഡിലേ ആകുന്നത് നമ്മുടെ ഈ ആൻസേഴ്സ് നമുക്ക് കിട്ടാതെ വരാൻ കാരണം ക്രൈസ്റ്റ് വാണ്ട്സ് ടു എക്സ്പോസ് ഹിംസെൽഫ്. ആ കർത്താവ് നമ്മളെ വേറെ പുതിയ രീതിയിൽ ആ കർത്താവിനെ മനസ്സിലാക്കാനുള്ള ശ്രമത്തിന് വേണ്ടിയാണ്
കർത്താവ് നമ്മുടെ ആൻസേഴ്സിനെ ഡിലേ ചെയ്യുന്നത്, പ്രാർത്ഥനയ്ക്കൊക്കെ ഡിലേ ചെയ്യുന്നത്? He doesn't answer us because he wants to make you understand who he is. ഇപ്പം കുറേ പാട്ടുകൾ പാടിയല്ലേ, ഒത്തിരി പാട്ടുകൾ പാടി. ഈ പാട്ടുകൾ എഴുതിയിരിക്കുന്ന നിങ്ങൾ ഇതിൻ്റെ ഈ സോങ് റൈറ്റേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. There are so many songs. Those songs are written not on the bed of roses, not in the party. സദ്യ നടക്കുന്ന സമയത്തല്ല ഈ പാട്ടുകളൊക്കെ എഴുതിയിരിക്കുന്നത്, പല പാട്ടും. ഈ പാട്ടുകൾ എഴുതിയിരിക്കുന്നത്, ആ ലൈൻസ് എഴുതിയിരിക്കുന്നത് വളരെ പെയിൻഫുൾ ആയിരിക്കുന്ന സിറ്റുവേഷൻസിലാണ്, ഉത്തരം കിട്ടാതിരിക്കുമ്പോഴാണ്, ഉത്തരത്തിന് വേണ്ടി ഇങ്ങനെ കാത്ത് നോക്കിയിരിക്കുമ്പോഴാണ്. What a friend we have in Jesus. You go and read about this author who had lost his would-be just before the marriage. It is well with my soul. Written by a author, written by a writer who lost all his family members. വൈഫും പിള്ളേരും എല്ലാവരും ഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, മുങ്ങിപ്പോയി. ആ സമയത്താണ് ഈ സഹോദരൻ ആ മുങ്ങിപ്പോയിരിക്കുന്ന സ്ഥലത്ത് പോയി ചോദ്യം ചോദിക്കുന്നത്. വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് മൈ സോൾ എന്ന ചോദ്യത്തിന് പുള്ളിക്കാരൻ എഴുതിയ വരികളാണ്, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. നമുക്കിന്ന് പാടുമ്പം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ആ എക്സ്പീരിയൻസിൽ നിന്ന് ആ ദൈവദാസന്മാർ കടന്നു പോയപ്പം കർത്താവിനെ എക്സ്പോസ് ചെയ്തപ്പോഴാണ് ഈ വരികൾ അവരുടെ ജീവിതത്തിൽ വരുന്നത്. അതുവരെ വന്നിട്ടില്ല ഇത്. They did not experience. How about you? How about you in life? I do not know what is your struggle. I do not know what is the delay happening in your life. ഈ ഡിലേ ഏതൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, കർത്താവിനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. God is revealing his greatness before you. Are you able to see that? ആ കർത്താവിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? അത് മനസ്സിലാക്കി ആ കർത്താവിനെ ഒന്ന് എംബ്രേസ് ചെയ്ത്, ഒന്ന് കെട്ടിപ്പിടിച്ച്, ഒന്ന് ആസ്വദിച്ച് കർത്താവിടെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിനോടൊന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? റീഡ് സാം. ദാവീദ് ഒരു നല്ല ഒരു ഭക്തനാണ്. പല കാര്യങ്ങൾ തുറന്ന് എഴുതുന്നതും മനഭാവങ്ങൾ കറക്റ്റായിട്ട് പേന കൊണ്ട് പേപ്പറിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു ദൈവദാസനാണ്. ഞാൻ സത്യമായിട്ടും ശരിക്കും ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് പുള്ളിയുടെ ഈ എക്സ്പ്രഷൻസ് ഒക്കെ. ഐ റിയലി എൻജോയ് ഡേവിഡ് ഫോർ ഹിസ് ഇമോഷണൽ എക്സ്പ്രഷൻസ്. ഇറ്റ്സ് സോ ഗുഡ്. ജസ്റ്റ് റീഡ് 53 Psalms 53. Just read 1, 2 and 3. 53. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവൻ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. 53 ആണോ ഇത്? 53 അല്ല, 57 ഒന്ന് വായിക്കാമോ? 57, Psalm 57. Psalm 57, 1, 2, 3. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. Can you see the heart of David? What is David saying? എനിക്ക് പ്രശ്നമുണ്ട് കർത്താവേ, എനിക്ക് കെലാമിറ്റി ഉണ്ട്. I am going through tough time. I am going through calamity. What? Put me under the warmth of your wings.
എന്നെ ഒന്ന് കവർ ചെയ്ത കർത്താവേ, ആ കംഫോർട്ട് ഒന്ന് തന്നെ കർത്താവേ. നിന്നെ ഞാനൊന്ന് ആസ്വദിക്കട്ടെ കർത്താവേ. നിന്നെ ഞാനൊന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കട്ടെ ഒന്ന് കർത്താവേ. I want to understand you. I want to know you. I want to experience you, oh Lord. And this exactly is Christ Jesus wanted to have with you and me. He wants to enjoy your fellowship, your company. But we are not able to understand. ആ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കർത്താവിനോട് കൂടുതൽ അടുക്കുന്നത്. അടുക്കുമ്പം ഒന്ന് എൻജോയ് ചെയ്തേ, ആ കർത്താവിനെ ഒന്ന് മനസ്സിലാക്കിക്കേ. നോ ഹിം ബെറ്റർ, ഫീൽ ഹിം മോർ ഇൻ യുവർ കലാമിറ്റീസ്. അവൻ കർത്താവിനെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് ആദ്യമേ നമ്മൾ പറഞ്ഞ പോലെ. സോ ആദ്യത്തെ ഡിസപ്പോയിൻമെൻറ്റ്സ് നമ്മൾ കാണുന്നു, കർത്താവ് കാണുന്ന ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് ആണ്. 2, ഡിലേ ഓഫ് ആൻസേഴ്സ് നമ്മൾ കാണുന്നു, പക്ഷെ കർത്താവിനെ സംബന്ധിച്ച് അതൊരു കർത്താവിനെ തന്നെ വെളിപ്പെടുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. 3, നമ്മൾ വിചാരിക്കുന്ന എല്ലാം തീർന്നു. പക്ഷെ അന്നേരമാണ് കർത്താവുടെ കാര്യപരിപാടി തുടങ്ങുന്നത്. വി തിങ്ക് ഇറ്റ് ഈസ് ദി എൻഡ്, ബട്ട് ഫോർ ഹിം ഇറ്റ് ഈസ് ദി ബിഗിനിങ്. ആർ ഏബിൾ ടു ഫോളോ മീ? നമ്മൾ വിചാരിക്കുന്നത് തീർന്നു, ഒന്നുമില്ല, എൻ്റെ എല്ലാം തീർന്നു, എൻ്റെ എല്ലാം കഴിഞ്ഞു. But that is the moment he wants to start with you. ഈ ലാസറസിന് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കർത്താവ് ഉയർത്തി എഴുന്നേൽപ്പിച്ചേ? How many days? 4 days. Are you all sure? 4 ദിവസം തന്നെയാണല്ലോ. 4 ദിവസം മരണം കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് കർത്താവ് ലാസറസിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. ആൾക്കാർ അവിടെ പറയുന്നുണ്ട്, the people all standing by, they all have been saying, Lord, the body is rotten by now, stinking by now. You can't open the tomb. തുറക്കാൻ പറ്റത്തില്ല കർത്താവേ, തീർന്നു, എല്ലാം തീർന്നു, ശരീരത്തിൽ ഒന്നും ഇല്ല, എല്ലാം തീർന്നു. ലിമിറ്റഡ്. നമ്മുടെ ഒക്കെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. വി ആർ ഫൈനൈറ്റ് പീപ്പിൾ. നമുക്ക് ഇത്രയും ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഞാനായിരുന്നെങ്കിലും ഇതേ പറയത്തുള്ളൂ, നിങ്ങളായിരുന്നെങ്കിലും ഇത് തന്നെ പറയത്തുള്ളൂ ആ സമയത്ത്. പക്ഷെ അന്നേരം ആ കർത്താവ് എന്താ കാര്യപരിപാടി തുടങ്ങുന്നത്? He starts when we end at the point. Our end is his beginning. Isn't that beautiful? ആ കർത്താവ് നമ്മളോട് നമ്മളെല്ലാം തീർന്നു പോയി എന്ന് വിചാരിക്കുമ്പോഴാണ് ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കാര്യപരിപാടി തുടങ്ങുന്നത്. ഈ ലാസറസിനെ നിങ്ങളൊന്ന് വായിച്ച്, ഭയങ്കര രസമാണ്. ഉയർത്തെണ്ണീട്ട് കഴിയുമ്പോഴത്തേക്കിന്, എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് ലാസറസിനെ എണ്ണയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്? ആദ്യത്തെ പണി ഭയങ്കര പാർട്ടിയായിരുന്നു, ഭയങ്കര ഡിന്നറാണ്. വായിച്ച് 12-ാമത്തെ അധ്യായത്തിൽ ആദ്യം തൊട്ട് വായിച്ച് 1, 2, 3. എന്താ നടക്കുന്നത് അവിടെ? എന്താ നടക്കുന്നത്? യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴമൊരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവരോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. ഓക്കെ, ഇത് ഇച്ചിരി വളരെ ഡീസൻ്റ് ആയിട്ടാണ് ഈ ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷിൽ ആരുടെയെങ്കിലും കയ്യിൽ ഇംഗ്ലീഷ് ഉണ്ടോ? Can someone read in English, please? Then Jesus 6 days before the Passover came to Bethany, where Lazarus was, which had been dead, whom he raised from the dead. There they made him a supper. They made him a supper.
In my Bible, it is, in my translation, it says, they invited him for a dinner, for the dinner. എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷണിച്ചു. ഇപ്പോഴത്തെ ഭാഷ എന്തിനാ ക്ഷണിച്ചേ? കോട്ടേജ് മീറ്റിങ്ങിന് വേണ്ടിയാ? എന്തിനു വേണ്ടി ക്ഷണിച്ചേ? പാർട്ടിക്ക് വേണ്ടി അല്ലേ? ഷാപ്പാടടിക്കാൻ വേണ്ടി, എൻജോയ് ചെയ്യാൻ വേണ്ടി. കർത്താവ് പോയോ? കർത്താവ് അവിടെ പോയി. ആരൊക്കെയുണ്ട് അവിടെ? മാർത്ത ഉണ്ട്, മേരി ഉണ്ട്, എല്ലാവരും ഉണ്ട്. കൂട്ടത്തിൽ വേറെ ആളും ഉണ്ട്. ആരെ? ലാസർ. Lazar is also there. That is how Lord works. That is how he works. He wanted them to see Lazarus. He wanted people to understand that this Lazarus who was dead is dining with him. He's parting with him. He is with him. Isn't that beautiful? When you think that your life is at mess, you think that your life is at the fag end of the situation, my beloved, Jesus Christ wants to start from there. അവിടെ നിന്നാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കഴിവുകൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മൾ വിചാരം എല്ലാമേ തീർന്നു, ഗോൺ. But that is the moment he wants to start with you. That is the moment he wants to raise you up. എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല, ഏത് രീതിയിലാണ് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ ചെയ്തു. When year in 2000, I lost my eyesight. I used to pray, God, what will be my future? എങ്ങനെ ആയിരിക്കും? ഇതുവരെ വണ്ടി ഓടിച്ചു, ഇതുവരെ ഓടി നടന്നു, ഒത്തിരി കാര്യങ്ങൾ തന്നെ ചെയ്തു, came together, went together, did lot of things together. How would be my life hereafter without eyesight? I thought it is the end of my career, it is the end of everything. But the beautiful thing was, I didn't know. എനിക്കറിയത്തില്ലായിരുന്നു God has his own way. അതെങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ലായിരുന്നു. I didn't know that. എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടിയോ? ഇല്ല. ഇപ്പോഴും കണ്ണിന് കാഴ്ചയില്ല. Am I traveling? Yes, I am traveling. ഞാൻ യാത്രകൾ ചെയ്യുന്നുണ്ടോ? കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. Am I working? Yes, I am working. ദൈവം ദൈവത്തിൻ്റെ രീതി ചെയ്യിപ്പിക്കുമെന്നേ. When he does it beautifully. അതിനുവേണ്ടി നമുക്ക് കർത്താവിനെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യോ ഇതുണ്ടെങ്കിൽ ഇത് പറ്റത്തുള്ളൂ കർത്താവേ. No, he doesn't need that. What he needs is just your dependency on him. Just your care on him. Your attitude on him. Your knowledge about him. Yes, he can do. He can do. You know, I always say, ഈ കുഞ്ഞു പിള്ളേരോട് പറയേണ്ട ആവശ്യമില്ല. ഡു യു നോ, ഈ കുഞ്ഞു പിള്ളേർ നമ്മൾ കാണുന്ന ഈ 1 year, 2 year, 3 year, 4 year children, do they bother for their dinner, for their breakfast, for their lunch? Do they bother? Huh? They are least bothered. Why? അവരെ കർത്താവായ യേശു ക്രിസ്തു 3 ദിവസം ബൈബിൾ സ്റ്റഡി എടുത്ത് പഠിപ്പിച്ച ആരാ? എൽഡർമാർ പഠിപ്പിച്ചോ? ആരാ പഠിപ്പിച്ചേ അവരെ? നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യണ്ട, നിങ്ങളൊന്ന് ബോദർ ചെയ്യണ്ടെന്ന് ആരാ പഠിപ്പിച്ചേ അവരെ? അവരെ ആരും പഠിപ്പിച്ചില്ല. ദൈവം അവരെ ഉണ്ടാക്കിയിരിക്കുന്നത്, ദൈവം ഈ മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമി വിടുമ്പം, കുഞ്ഞായിട്ട് വിടുമ്പം അവർക്ക് നല്ലപോലെ അറിയാം എന്താ, their appa and their amma is going to give them the best of food whatever available. They just have to do one thing, karanya madi ille. They just have to cry, they just have to make noises. Their father, their mother on earth will provide them. My beloved, if that's the case for the little ones, what about you and me?
how much more we should be depending on our Heavenly Father, who can provide from the riches of His glory. നമുക്കെല്ലാവർക്കും I was talking to my young people other day. നമുക്കെല്ലാവർക്കും 100% sure ആണ് God is a creator. Jesus Christ is my savior. 100% sure. Jesus Christ was born out of a virgin, resurrected. എല്ലാം ഷുവറാണ് നമ്മൾ. പക്ഷെ നമുക്ക് ഷുവർ അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. എന്താ? ചില വാക്കുകൾ നമുക്ക് ചെറിയ കൺഫ്യൂഷനുണ്ട്. God will provide all your needs from the riches of His. ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതൊന്ന് മനസ്സിലാക്കാൻ. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. We are not able to be convinced on those verses that my Heavenly Father can provide for me. He can take care of me. He can be my provider. Jesus Christ is the provider. He is the friend. He is the comforter. He is everything in my life. നമ്മൾ അതിനെ ആ ഒരു തോട്ട്സിനെ ഈ വക ലൈൻസിനെ നമ്മളൊന്ന് എഴുതി കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. കീപ്പ് റിമെമ്പറിങ് ഹി ക്യാൻ ഡു വണ്ടേഴ്സ്. ഹി ഹാസ് എ പ്ലാൻ ഫോർ യു മൈ ബിലവഡ്. പ്രോബ്ലം വിത്ത് us ഈസ് നമ്മളങ്ങ് 1 year 2 year 5 year പ്ലാൻ വെച്ചുകൊണ്ടാണ് നമ്മളൊക്കെ നടക്കുന്നത്. He has a specific plan in your life. നമ്മൾ അതിനെ നമ്മളൊന്ന് നിന്ന് കൊടുത്താൽ മതി. Just depend on Him. He will take care of it. He will make you be used for His glory. ആ കർത്താവിന് വേണ്ടി നമുക്കൊന്ന് നിൽക്കാൻ ഈ വർഷം ദൈവം സഹായിക്കട്ടെ. ഈ വർഷം that 2024 may become a kind of a time where you may experience Him more. You may have disappointments. You may have a failure. But you know what? Your failure, your disappointment will become an opportunity for the glory of God, provided you give your attitude towards Him. You may have a delay in your prayer answers. You may have a delay in your prayer getting an answer. Definitely you will be getting a delay. You will be having a delay. You will time and again asking the same question as David asked. Lord, why are you not hearing me? Where are you? There will be delay. But you know what? He wants to expose Himself. He wants to reveal Himself more powerfully, more profoundly. Try to understand Him. Experience Him. Hug Him. Embrace Him. ആ കർത്താവിനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കർത്താവെ നീ വലിയവനാണ് ഒന്ന് തുറന്നൊന്ന് മനസ്സോ വെച്ചൊന്ന് സംസാരിച്ചേ. There will be delay in the answers of your prayers. And there may be situations when you think that it is the end. തീർന്നു, ഇനിയൊന്നും ഇല്ല എന്ന് ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെന്ന് വരാം. Remember, your end is His beginning. കർത്താവ് അന്നേരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യപരിപാടി തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. സോ ദിസ് ഇയർ, ഈ വർഷം നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ ആ കർത്താവിനെ കൂടുതലായിട്ട് അറിയാനും കൂടുതലായിട്ട് മനസ്സിലാക്കാനോ കൂടുതലായിട്ട് ആ കർത്താവിനെ ഒന്ന് സ്നേഹിക്കാനുള്ള ഒരു ഇയറായി മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഐ ജസ്റ്റ് വാണ്ട് ടു ഫിനിഷ് ദിസ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻസ് ഹിയർ. അനുഗ്രഹീതമായ ആലോചനകൾ നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇത്രയും സമയം നമ്മോട് സംസാരിച്ച അനുഗ്രഹീതമായ ആലോചനകൾ നമ്മോട് പങ്കുവച്ച പ്രിയ കർത്താവിനുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രത്യേക യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സമയമല്ല നമ്മുടെ സമയം എന്ന വിഷയത്തെ ആസ്പദമാക്കി അനേക കാര്യങ്ങൾ പ്രിയ കർത്താസൻ നമ്മോട് സംസാരിച്ചു. നാം ആഗ്രഹിക്കുന്ന സമയത്ത് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നാം ഉദ്ദേശിക്കുന്ന സമയത്ത് നടന്നെന്ന് വരികയില്ല. ഒരുപക്ഷെ നാം വളരെയധികം പ്രതിസന്ധികളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയി എന്ന് വരാം. എങ്കിലും ദൈവത്തിൻ്റെ തക്ക സമയത്ത് ദൈവം നമ്മിൽ കൂടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ
ദൈവം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റും എന്ന് ആ മാർത്തയുടെയും മറിയയുടെയും ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഫിലിപ്പിയർ 4:19 നാം ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഇതുതന്നെയാണ് ഈ പുതിയ വർഷത്തിൽ നമുക്ക് നാം മുന്നോട്ട് ഈ ഒരു സത്യം ഓർത്ത് വേണം നാം മുന്നോട്ട് നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ. തീർച്ചയായിട്ടും ഇത് പ്രോത്സാഹനത്തിൻ്റെ, പ്രത്യാശയുടെ ഒക്കെ വാക്കുകളാണ്, പ്രചോദനത്തിൻ്റെ വാക്കുകളാണ്. ഇത്ര നല്ലൊരു സന്ദേശം ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ മീറ്റിങ്ങിൻ്റെ സമാപന ദിവസമായ ഇന്ന് ഇത്രയധികം പേർക്ക് കടന്നു വരുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. മാത്രമല്ല നന്ദിയുടേതായിട്ടുള്ള ചില വാക്കുകൾ പറയേണ്ടതായിട്ടുണ്ട്. അത് വളരെ അത്യാവശ്യമാണ്. ആ ശുശ്രൂഷ ഇപ്പോൾ പ്രിയ മാമൻ കുര്യൻ അങ്കിൾ നിർവഹിക്കുന്നതാണ്. അതിനായിട്ട് പ്രിയ കർത്താസിനെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നന്ദി പറയാൻ ആണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അടുത്തും അകലെയും കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവനാമത്തിൽ ഞങ്ങളുടെ സ്നേഹത്തെയും നന്ദിയും അറിയിക്കുകയാണ്. മാത്രമല്ല വളരെയധികം ദൂരത്തിൽ നിന്ന് കുഞ്ഞുങ്ങളുമായിട്ട് സഹോദരിമാരും നമ്മുടെ ഇടയിൽ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. മാത്രമല്ല നിങ്ങളുടെ ആ സന്തോഷമുള്ള മുഖം കാണുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ ഏവരും തന്നെ ഈ ട്രിവാൻഡ്രം ബ്രദറൻ ഫെലോഷിപ്പ് ഈ ഒരു മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിച്ചു എന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവജനത്തിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളാണ് ഈ TBF നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നും നിങ്ങളുടെ പ്രസൻസും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയും ഈ മിനിസ്ട്രിക്ക് ആവശ്യമാണ്. ഇതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ബൈബിൾ സ്റ്റഡി മീറ്റിംഗ് ആയതുകൊണ്ട് ഇത്രയും പേർക്ക് സന്തോഷത്തോടെ ഇന്ന് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഇങ്ങനെ ഒരു സാവകാശം തന്നതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസവും നാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം കേൾക്കുകയായിരുന്നു. പ്രിയ ഷനു ശ്യാമുവേൽ അടൂർ അവരിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നാം ഇന്നലെ കേട്ടത്. മാത്രമല്ല ഇന്നും പ്രിയ സഹോദരൻ സജി മാത്യൂസ് അവർ മൂലം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജാണ് നാം ഇന്ന് കേൾക്കുവാൻ ദൈവം ഇടവരുത്തത്. പ്രിയപ്പെട്ട രണ്ടുപേർക്കും ഞങ്ങളുടെ സ്നേഹത്തെയും നന്ദിയും അറിയിക്കുകയാണ്. ഏത് പ്രോഗ്രാമിനും പാട്ടുകളുണ്ടെങ്കിൽ അത് പാടുന്ന അവർക്ക് മാത്രമല്ല ആ കേൾക്കുന്ന നമുക്കും ദൈവത്തെ പാടി സ്തുതിക്കുവാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത്. എത്രയോ ഭക്തന്മാർ എഴുതിയിട്ടുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. പല പാട്ടുകളും നമുക്ക് അറിയാവുന്ന പാട്ടുകളാണ്, പല പാട്ടുകൾ നമുക്ക് അറിയാത്ത പാട്ടുകളാണ്. എന്നിരുന്നാലും ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഈ ദിവസങ്ങളിൽ ഇടവരുത്തി. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. പാട്ടുകൾ പാടി നമ്മളെ സഹായിച്ച പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പ്രിയ സഹോദരൻ ഉണ്ണി തോബിയാസ് വളരെ സന്തോഷത്തോടുകൂടിയാണ് താൻ തന്നെ ഡ്രൈവ് ചെയ്ത് ഇത്രയും ദൂരം കടന്നു വന്നത്. മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ട്. പ്രിയ മകളും കൂടെ പ്രിയ സഹോദരനെ സഹായിക്കുവാൻ വേണ്ടി വന്നിട്ടുണ്ട്. പ്രിയ സഹോദരനും മകൾക്കും ഞങ്ങളുടെ സ്നേഹത്തെ അറിയിക്കുവാണ്. അതുപോലെ വളരെ മനോഹരമായ ഗാനങ്ങൾ പാടിയ സഹോദരൻ സന്തോഷ് മാത്യു കൊട്ടാരക്കര, അതുപോലെ പ്രിയ 2 അക്സാമാരുണ്ട്. 2 അക്സാമാർക്കും അതുപോലെ പ്രിയ മകൾ ഫേബയ്ക്കും ഞങ്ങളുടെ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. പല വ്യക്തിപരമായ രീതിയിൽ ഞങ്ങൾ ഈ മീറ്റിങ്ങിന് ഞങ്ങൾ ക്ഷണിച്ചു. മാത്രമല്ല പല സഭകളിലും നോട്ടീസ് കൊടുത്ത് ഞങ്ങൾ ക്ഷണിക്കുകയുണ്ടായി. വളരെയധികം സന്തോഷത്തോടെ ആ ഇൻവിറ്റേഷൻ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് നിങ്ങൾ ഇത്രയും പേർ കടന്നു വന്നു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടി ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. മാത്രമല്ല ഈ ടവർ ഷാലാമിൻ്റെ ഓഡിറ്റോറിയം ഇങ്ങനെ ലഭിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരോട് അപ്രോച്ച് ചെയ്തപ്പോൾ വളരെയധികം സന്തോഷത്തോടെ
ഇത് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. ആ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. പ്രിയ സഹോദരൻ സജി മേത്തിൽ നിന്ന് കേട്ടതുപോലെ ഈ ഒരു പുതിയ വർഷം കർത്താവിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഞാൻ ചെയ്യുന്നു. നിങ്ങളും അതിനുവേണ്ടി ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. മാത്രമല്ല TBFൻ്റെ മിനിസ്ട്രി എല്ലാ ചൊവ്വാഴ്ചയും സൂം മീറ്റിങ്ങിൽ കൂടി 7:30 മണി മുതൽ 8:30 മണി വരെ വളരെ വിജയകരമായ രീതിയിൽ ആ മിനിസ്ട്രി നടന്നുകൊണ്ടിരിക്കുന്നു. അത് അനേക പ്രിയപ്പെട്ടവർക്ക് വളരെയധികം സന്തോഷം ആശ്വാസം തരുന്ന ഒരു മിനിസ്ട്രിയായിട്ടാണ് ഇരിക്കുന്നത്. പലരിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കുവാൻ ദൈവം ഇടവരുത്തിയത്. ആ ഒരു സൂം മീറ്റിങ്ങിനെയും അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ച വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെ ഇവിടെ നടക്കുന്ന ബൈബിൾ സ്റ്റഡിയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ നാം പ്രാർത്ഥിച്ച് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് പ്രിയ കർത്തൃദാസൻ ഡോക്ടർ വർഗീസ് ജോൺ അവരുടെ പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായിട്ട് വളരെയധികം സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളടച്ച് തലകൾ വണക്കി പ്രാർത്ഥിക്കാം. അത്യുന്നതനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ട്രിവാൻഡ്രം ബ്രദർ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന സ്പെഷ്യൽ മീറ്റിങ്ങുകളുടെ അവസാന സമയത്തേക്ക് അങ്ങ് ഞങ്ങളെ കൂട്ടി വരുത്തി. ഇന്നലെയും ഇന്നുമായിട്ട് കർത്താവെ അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ദാസന്മാരെ ഒരുക്കി. മാത്രമല്ല ഇന്നും കർത്താവെ ഇന്നലെയൊന്നും ഗാനങ്ങൾ ആലപിക്കുവാൻ തക്കവണ്ണം പ്രിയ സഹോദരൻ ഉണ്ണി തോബിയാസിനെയും സന്തോഷിനെയും അക്സയെല്ലാം ഒരുക്കിയതിനാൽ സ്തോത്രം. അവരോടും കൂടെ ഇരിക്കണം, അവരുടെ പ്രവർത്തനങ്ങളെ ആദരിക്കണം. വരുന്ന ദിവസങ്ങളിലും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി കൂടുതൽ ഗാനങ്ങൾ ആലപിക്കുവാനും അവരെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. TBFൻ്റെ പ്രവർത്തനത്തെ മൊത്തമായി തൃക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. കഴിഞ്ഞ പല നാളുകളായിട്ട് കർത്താവെ ചൊവ്വാഴ്ച തോറും സൂമിൽ കൂടെയും ഞായറാഴ്ച വൈകിട്ട് ഇവിടെയും കൂടി വന്ന് അങ്ങനെ വചനം പഠിക്കുവാൻ ഉള്ള സാഹചര്യം അങ്ങ് ഒരുക്കുന്നതിനാൽ സ്തോത്രം. ഇതെല്ലാം അങ്ങയുടെ കൃപയാണ്, ദാനമാണ്. എല്ലാ മഹത്വവും ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിങ്കൽ അർപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ വചനം ശുശ്രൂഷിക്കുവാൻ തക്കണം കർത്താവെ അങ്ങയുടെ ദാസൻ സജി മാത്യൂസിനെ ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചതിനാൽ സ്തോത്രം. താൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് തൻ്റെ ശാരീരിക ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുന്ന വലിയ ദൈവകൃപ പ്രാപിച്ച് തൻ്റെ ജോലിയിലും കുടുംബജീവിതത്തിലും ആത്മീയ ശുശ്രൂഷകളിലും എല്ലാം കർത്താവ് താൻ വ്യാപൃതനായിരിക്കുന്നു. തനിക്ക് കൊടുത്തിരിക്കുന്ന ആത്മീയ താല്പര്യത്തിനും ഉത്സാഹത്തിനും ചൈതന്യത്തിനും ആത്മീയ ദർശനത്തിനുമായിട്ട് ഞങ്ങൾ സ്തോത്രം അർപ്പിക്കുകയാണ്. കർത്താവെ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് വളരെ പരിചിതമായ ആ വേദഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്ന അനേകം ആത്മീയ ചിന്തകൾ കൽപ്പിച്ചതിനാൽ സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ നിരാശകളുടെ വേളകളെയൊക്കെ അങ്ങയുടെ അവസരങ്ങളാക്കി അങ്ങ് മാറ്റുന്ന വലിയവനായ ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങൾക്ക് പലപ്പോഴും പലതും താമസം എന്ന് തോന്നുമെങ്കിലും അങ്ങയുടെ സമയത്ത് മാത്രമാണ് അങ്ങ് പ്രവർത്തിക്കുന്നത്. കർത്താവെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അന്തമാണല്ലോ അങ്ങേക്ക് പ്രവർത്തിക്കുവാനുള്ള സമയം. ഇതെല്ലാം കർത്താവയുടെ ദാസൻ ഞങ്ങളോട് വളരെ വിശദമായി പങ്കുവച്ചു. ലാസറിൻ്റെ ഉയർപ്പിച്ച സംഭവത്തിൻ്റെ ബന്ധത്തിൽ കർത്താവെ അത് ഞങ്ങൾ അനേക പ്രാവശ്യം വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും അതിൻ്റെ പുതുമ നശിച്ചിട്ടില്ല. ഞങ്ങളുടെയൊക്കെ അനുദിന ജീവിതത്തിൽ പഠിക്കുവാനുള്ള അനേകം ആത്മീയ പാഠങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളതിനാൽ സ്തോത്രം. ഈ പുതുവർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പുതുവർഷത്തിൽ കർത്താവെ, ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ നിരാശപ്പെടുന്ന പല കാര്യങ്ങൾ കാണും. അനേക നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ലാത്ത കാര്യങ്ങൾ കർത്താവെ ഞങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ കാണും. എന്നാൽ അവിടെയൊന്നും നിരാശപ്പെട്ടു പോകാതെ അങ്ങേ കൂടുതൽ രുചിച്ചറിയുവാൻ വേണ്ടിയാണ് അങ്ങ് ഈ കാര്യങ്ങളെ താമസിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് കൂടുതൽ അടുത്ത് ജീവിപ്പാൻ അങ്ങേ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുവാൻ യഹോവ നല്ലവെന്ന് രുചിച്ചറിയുവാൻ ഞങ്ങൾക്ക് അവസരം തരുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കേട്ട സത്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പരമാവധി പ്രയോജനപ്പെടുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സന്ദേശങ്ങളും കർത്താവെ അതുപോലെ തന്നെ പ്രോത്സാഹനവും അത് കുറഞ്ഞു പോകാതെ വരുന്ന ദിവസങ്ങളിൽ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി അങ്ങയെ സ്നേഹിപ്പാനും സേവിപ്പാനും ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓർത്തതുപോലെ കർത്താവെ, ഞങ്ങളുടെ ദൈവമോ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനത്തോളം ക്രിസ്തുവേശുവിൽ അല്പമായിട്ടല്ല പൂർണ്ണമായി തീർത്തരുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങനെയുള്ള ദൈവത്തെ കണ്ടുമുട്ടിയ ഞങ്ങൾ വരും ദിവസങ്ങളിലും ആ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് അവിടുത്തെ വാഗ്ദാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്
അങ്ങയുടെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് ഞങ്ങളുടെ വിശ്വാസ ജീവിതം നയിക്കുവാൻ, അന്ത്യത്തോളം ഓട്ടം ഓടി ഞങ്ങളുടെ ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദാസനെ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് വീണ്ടും ഫലമേൽപ്പിക്കുന്നു. കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കണം, തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. ഇന്ന് കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. അടുത്തൊന്നും അകലെ നിന്നും അനേകർ യാത്ര ചെയ്ത് കടന്നു വന്നിട്ടുണ്ട്. കർത്താവെ, എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട് വരുന്ന ദിവസങ്ങളിലും കർത്താവെ ഈ ഉത്സാഹത്തോടെ ഈ ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, ഇതിന് ചുമതല കൊടുക്കുന്ന എല്ലാ സഹോദരന്മാരെയും കൂടുതൽ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായി തീരുവാൻ ഞങ്ങളെയൊക്കെ സഹായിച്ചാട്ടെ. എല്ലാ കാര്യങ്ങളും തൃക്കരങ്ങളിലേക്ക് വീണ്ടും ഫലമേൽപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രിയിൽ യാത്ര ചെയ്യുന്നവരെയും അങ്ങനെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കരുതനാൽ സ്തോത്രം. മാനവും മഹത്വവും എല്ലാം അങ്ങേക്ക് മാത്രം ഇരിക്കട്ടെ. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.